Hi dears, welcome to Achus design. ഇന്ന് നമ്മൾ ജോർജറ്റിൻ്റെ റെഡ് കളറിലെ ഒരു ഫാബ്രിക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സിൽവാർ സെറ്റാണ് ചെയ്യുന്നത്. അതിൽ സിൽക്ക് ത്രെഡ് റെഡ് കളർ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗോൾഡൻ കളറിലെ സ്മോൾ ബീഡ്സ് വേണം, റൗണ്ട് ബീഡ്. പിന്നെ നമുക്ക് വേണ്ടത് സീക്വൻസ് ആണ്, ഗോൾഡൻ കളറിൽ തന്നെ. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വേണ്ടത് ഇതുപോലെ കട്ട് ബീഡ്സ് വേണം, ഗോൾഡൻ കളറിൽ കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പാർട്ടി വെയർ സിൽവാർ സെറ്റിന് നെക്ക് ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എത്രയാണോ വിട്ടും അതുപോലെ ലെങ്തും ഒക്കെ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയാണെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും കാര്യം എടുത്തിട്ട് അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് ആദ്യം കാണിച്ച റൗണ്ട് ബീഡ്സ്, സ്മോൾ ബീഡ്സ് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് ഇതുപോലെ കൊടുക്കണം. അപ്പോൾ ഓരോ ബീഡായിട്ടും നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇത്. കാരണം ഇത് ഫസ്റ്റ് ഒരു ലൈൻ വരച്ച് നമ്മൾ ആദ്യം നെക്കിൻ്റെ ലെങ്ത് എടുക്കുമല്ലോ. ലെങ്ത് എടുത്തിനുള്ള യു ഷേപ്പിലാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ വേണം ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഏതെങ്കിലും മോൾഡ് എടുത്തിട്ട് നമുക്കിതുപോലെ ഹാഫ് പോർഷൻ ഒന്ന് വരച്ചു കൊടുക്കാം. അതൊരു 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഹാഫ് ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം പിന്നെ ആ ഒരു പോർഷൻ ഉണ്ട്, നമ്മളത് കർവ് ഷേപ്പിൽ നിന്ന് വരച്ച് കൊടുത്തതിന് ശേഷമുള്ള ഭാഗത്ത് അവിടെ നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഒരു കട്ട് ബീഡ് എടുക്കുക, പിന്നെ ഒരു റൗണ്ട് ബീഡും കൂടി എടുത്തിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്ത പോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഭാഗം ലൈൻ വരച്ചേക്കണം കണ്ടോ, അടുത്ത ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിലോ എന്നിങ്ങനെ നമ്മുടെ ഒരു അളവനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു കട്ട് ബീഡ് റെയിൻബോ കട്ട് ബീഡ്സ് ആണ് കേട്ടോ, ഗോൾഡൻ കളറിലെ റെയിൻബോ കട്ട് ബീഡ്സ് എടുത്തിട്ട് നമുക്ക് ആദ്യം ഒരു 4 എടുത്തിട്ട് നമുക്കിതുപോലെ ചരിച്ചൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒന്ന് ചരിച്ച് കൊടുക്കുക. വീണ്ടും നമുക്ക് അടുത്തത് ചെയ്യുമ്പോൾ ഇപ്പോൾ ചെയ്തതിൻ്റെ അത് സെൻറ്റർ ഭാഗത്തോടെ കൊണ്ടുവരിക, അതിൻ്റെ അടുത്തത് ഭാഗത്ത് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഒരു 4 കട്ട് ബീഡ്സ് വെച്ചിട്ട് എടുത്തിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ആ ഒരു ചെറിയ ലൈനുള്ള ഭാഗത്ത് ഇതുപോലെ അടുപ്പിച്ചിട്ട് നമുക്കൊന്ന് ചെയ്തു കൊടുക്കണം. അത് നമ്മൾ ചെയ്ത് കൊടുത്തു. നമ്മൾ ആദ്യം രണ്ടാമത്തെ ഭാഗം നമ്മൾ ചെയ്തില്ലേ, ഒരു കട്ട് ബീഡ്സും ഒരു ഷുഗർ ബീഡ്സും കൂടി, അതുപോലെ അടുത്ത ഭാഗത്തും സെയിം അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഏറ്റവും താഴത്തെ ആ ഒരു ലൈനുള്ള ഭാഗത്ത് സീക്വൻസും ത്രെഡും യൂസ് ചെയ്തിട്ട് നമ്മൾ റെഡ് കളറിലെ ത്രെഡ് കാണിച്ചല്ലോ, ഒരു സീക്വൻസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു 3 സീക്വൻസ് വരത്തക്ക വിധത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ സീക്വൻസും നമ്മുടെ ഫ്രഞ്ച് നോട്ടും കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലൈൻ മാത്രം വരച്ച് കൊടുത്താൽ മതി. അതിൽ നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടമനുസരിച്ചിട്ടുള്ളൊരു ലൈൻ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഇഞ്ചിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഈ ഫ്രഞ്ച് നോട്ടും സീക്വൻസൊക്കെ ചെയ്തല്ലോ, ഇനി അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്തൊക്കെ നമുക്ക് ആദ്യം കാണിച്ച് ആ ഒരു ഷുഗർ ബീഡ്സ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം, ഗോൾഡൻ കളറിലുള്ളത്. ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ബാക്കിയും കൂടെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്തൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് ഫുള്ളാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇതുപോലെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടി വെയർ സിൽവർ സെറ്റാണ്. നെക്കിൻ്റെ ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് സ്ലീവിലും നമുക്ക് ഈ ഒരു ഡിസൈൻ തന്നെ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുന്നതായിരിക്കും. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.